മധുരത്തിനോട് പ്രിയമില്ലാത്തതായിട്ട് ആരുണ്ട് അല്ലയോ? മധുരം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലോടി എത്തുന്നത് നല്ല കോഴിക്കോടൻ ഹൽവയായിരിക്കും. ഞാൻ കേട്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. പക്ഷെ കോഴിക്കോട് ഹൽവ അങ്ങനെ എപ്പോഴൊന്നും നമുക്ക് കൊല്ലക്കാർക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. കോഴിക്കോട് പോകണ്ടേ? ഇപ്പം വിപണിയിലെല്ലാം അവൈലബിൾ ആണ് അല്ലയോ? പക്ഷേ എനിക്ക് ഇത് കണക്ക് വീട്ടിൽ എന്തെങ്കിലും ഹൽവ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം നല്ലൊരു പൈനാപ്പിൾ ഹൽവ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസൺ ആണെന്ന് തോന്നുന്നു. പോയിട്ട് വന്നപ്പോൾ ഒരു 3-4 പൈനാപ്പിൾ കൊണ്ടുവന്നിട്ടോ. കുറേയൊക്കെ ഉപ്പിലിട്ട് തിന്ന്, കുറേയൊക്കെ മുളകും കൂട്ടി കഴിച്ച്, പിന്നെ ജ്യൂസ് അടിച്ച്. അവസാനം എനിക്ക് തോന്നി എന്തുകൊണ്ടൊരു ഹൽവ തയ്യാറാക്കിക്കൂടാ. ഇതെൻ്റെ ഫസ്റ്റ് ടൈം ഹൽവയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് തുടങ്ങുമ്പോൾ തന്നെ എന്ത് എങ്ങനെ എന്നൊന്നും ഒരു കണക്കില്ലായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് എല്ലാം ഒരു കൈക്കണക്കാണ് കേട്ടോ. ഒന്നിനൊരു അളവോ അങ്ങനൊന്നുമില്ല. ഒരു മനസ്സിനകത്തൊരു കണക്കൂട്ടൽ കണ്ടെത്തി അതങ്ങനെ ഉണ്ടാക്കുക, അതാണ് എൻ്റെ പരിപാടി. അങ്ങനെ ചെയ്യുമ്പോഴും നമുക്കറിയാമല്ലോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് എങ്ങനെയാണ് മധുരം വേണ്ടതെന്നും എങ്ങനെയാണ് നെയ്യുടെ അളവ് പോൽ വേണ്ടതെന്നും നന്നായിട്ടറിയാം. അപ്പോൾ അത്യാവശ്യത്തിന് നല്ലതുപോലെ തന്നെ നട്ട്സും കിസ്മിസും എല്ലാം കൂടെ അങ്ങോട്ട് വാരിക്കുഴി ഇടുക കേട്ടോ. അതും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല കടിക്കാൻ അങ്ങോട്ട് കിട്ടുമ്പോഴത്തേക്ക് നല്ല അടിപൊളി പൈനാപ്പിൾ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇതുപോലൊരു പൈനാപ്പിൾ ഹൽവ ഉണ്ടാക്കുന്നത്. പക്ഷേ ചുമ്മാ ഒന്നും പറയില്ല കേട്ടോ.